മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണീയം അഞ്ചാമത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് ഇന്ന് പറയണത്. അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. വ്യക്തവ്യക്തമിദം ന കിഞ്ചിദഭവൽ പ്രാകൃതപ്രക്ഷയേ മായായാം ഗുണസംയരുദ്ധവികൃതൗ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂന്നാഹ്നോ നരാത്രേ സ്ഥിതിസ്തത്രൈകസ്ത്വമശിഷ്യഥാ കില പരാനന്ദപ്രകാശാത്മനാ. കഴിഞ്ഞ ശ്ലോകത്തിൽ മുക്തൻ്റെ അവസ്ഥ എന്താണ് എന്ന് പറഞ്ഞു. മുക്തനായിട്ടുള്ള ആള് ഒടുക്കം അവിടേക്ക് എത്തിച്ചേരുന്ന പരബ്രഹ്മത്തിൽ ലയിക്കുക എന്നുള്ളതായിട്ടുള്ള അവസ്ഥ, ആ അവസ്ഥയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതായിട്ടുള്ള ആ ക്രമമായിട്ടുള്ളതൊക്കെ പറഞ്ഞു. ഒടുക്കം പ്രാകൃത പ്രളയത്തിൽ ബ്രഹ്മാവിനോടുകൂടി ആ പരബ്രഹ്മത്തിൽ തന്നെ ലയിക്കണു എന്ന് പറഞ്ഞു. എല്ലാ പ്രാകൃത പ്രളയത്തിൽ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ കാര്യങ്ങളായിട്ടുള്ള എല്ലാ വസ്തുക്കളും ഭഗവാനിൽ തന്നെ ലയിക്കുകയാണ്, പരബ്രഹ്മത്തിൽ ലയിക്കുകയാണ്. അങ്ങനെ ആ അവസ്ഥയ്ക്കാണ് മുക്തി എന്നാണ് കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു നിർത്തിയത്. അവിടെ തൊട്ട് തുടങ്ങുകയാണ്. ഇനി എങ്ങനെയാണ് അവിടുന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി അല്ലെങ്കിൽ സൃഷ്ടി ഉണ്ടാവണത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഈ ഇതിൽ ഞാൻ ശ്രമിക്കുകയാണ്. വ്യക്തത അവ്യക്തം ഇതം ന കിഞ്ചിദഭവത് പ്രാകൃതപ്രക്ഷയേ. പ്രാഗ് പണ്ട്, അതായത് വളരെ കാലം മുമ്പ് എന്നുള്ളതാണ്. ഈ പ്രാകൃത പ്രളയത്തിൻ്റെ അവസരത്തിൽ നേരത്തെ പറഞ്ഞു പ്രാകൃത പ്രളയത്തിലെല്ലാം ഭഗവാനിൽ തന്നെ ലയിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിന് മുൻപുണ്ടായിട്ടുള്ളതായിട്ടുള്ള പ്രാകൃത പ്രളയത്തിൽ, ഇപ്പം പ്രാകൃത പ്രളയമായിട്ടില്ലല്ലോ. അപ്പോൾ ഇനി ഇതിന് മുമ്പുള്ളതായിട്ടുള്ള പ്രാകൃത പ്രളയത്തിൽ പ്രാഗ്, അത് വളരെ കാലം മുമ്പുണ്ടായിട്ടുള്ളതായിട്ടുള്ള പ്രാകൃത പ്രളയം. ആ പ്രാകൃത പ്രളയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാകൃത പ്രളയം എന്ന് വെച്ചാൽ പ്രകൃതിയുടെ കാര്യങ്ങളെല്ലതും ഇല്ലാണ്ടാവുക എന്ന് വെച്ചാൽ അത് ഇല്ലാതെ കണ്ടാവുകയില്ല, അത് ഭഗവാനിൽ ലയിക്കുക, പരബ്രഹ്മത്തിൽ ലയിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്നത്. അതിനെയാണ് പ്രാകൃത പ്രളയം എന്ന് പറയണത്. അപ്പോൾ ആ അവസരത്തിൽ ഇവിടെ പ്രാകൃത പ്രളയം വളരെ പണ്ട്, ആ പ്രാകൃത പ്രളയത്തിൻ്റെ അവസരത്തിൽ വ്യക്തത അവ്യക്തം ഇതം ന കിഞ്ചിത് അഭവത്. ഇതം ന കിഞ്ചിത് അഭവത്. ഇപ്പോൾ ഇവിടെ ഉള്ളതായിട്ടുള്ള ഒന്നും തന്നെ ന കിഞ്ചിത്, ഒന്നും തന്നെ കിഞ്ചിത് ന, ഒന്നും തന്നെ ന അഭവത് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ ഉള്ളതായിട്ടുള്ള ഒന്നും തന്നെ ആ പ്രാകൃത പ്രളയത്തിൻ്റെ മുൻപ് പണ്ട് പ്രാകൃത പ്രളയത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. ന കിഞ്ചിത് അഭവത്, അഭവത് ഉണ്ടായിരുന്നു, ന അഭവത് ഉണ്ടായിരുന്നില്ല. എന്താണ് ഉണ്ടാവാതിരുന്നത്? വ്യക്തവും അവ്യക്തവുമായിട്ടുള്ള യാതൊന്നും. വ്യക്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാവുന്നത്, കാണാവുന്നത്, കേൾക്കാവുന്നതോ സ്പർശിക്കാവുന്നതോ ഒക്കെ ആയിട്ടുള്ളതായിട്ടുള്ള വസ്തുക്കൾ വ്യക്തങ്ങൾ. അവ്യക്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊന്നും സാധിക്കാത്തതായിട്ടുള്ള ഒന്ന് അവ്യക്തം. ആ അവ്യക്ത പ്രകൃതി എന്നുള്ളത് പ്രകൃതിയും കൂടി, അവ്യക്ത പ്രകൃതിയും കൂടി ബ്രഹ്മത്തിൽ ലയിക്കണോ ആ സമയത്ത് എന്നാണ്. അപ്പം ലയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ കാണുന്നില്ല എന്നുള്ളതാണ്. ആ അവസ്ഥയിൽ എത്തിച്ചേരുന്നു പ്രകൃതിയും അതിൻ്റെ കാര്യങ്ങളായിട്ടുള്ള, പ്രകൃതിയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മഹത്വ, അഹങ്കാരം, തന്മാത്രകൾ, ജീവജാലാദികളൊക്കെ തന്നെ, ഭൂതങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള വസ്തുക്കളൊക്കെ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള സർവ്വതും, സൂര്യചന്ദ്രാദികൾ, ദേവന്മാർ, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഒക്കെ തന്നെ ആ പരമമായിട്ടുള്ള ബ്രഹ്മത്തിൽ ലയിക്കണു എന്നാണ്. ഇതൊക്കെ ഭഗവാനിൽ ലയിക്കുകയാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു അവസ്ഥയെയാണ് പ്രാകൃത പ്രളയം എന്ന് പറയണത്. ഇനി അവിടെ വ്യക്താവ്യക്തം ഇതം ന കിഞ്ചിത് അഭവത്. വ്യക്തവും അവ്യക്തവുമായിട്ടുള്ളതായിട്ടുള്ള, അപ്പോൾ അവ്യക്തമായിട്ടുള്ളത് പ്രകൃതി ആണ്. അതായത് ഈ മൂന്ന് ഗുണങ്ങളുണ്ടല്ലോ, ത്രിഗുണങ്ങൾ,
ആ ത്രിഗുണങ്ങൾ മാത്രം ഉള്ളതായിട്ടുള്ള ആ പ്രകൃതിയെ ആണ് അവ്യക്തം എന്ന് പറയുന്നത്. അപ്പോൾ ആ ത്രിഗുണാത്മകമായിട്ടുള്ള പ്രകൃതിയും ആ പ്രകൃതിയിൽ നിന്നുണ്ടായിട്ടുള്ള മഹദഹങ്കാര തന്മാത്രകൾ എന്ന് ഈ പ്രപഞ്ച വിശേഷണങ്ങൾ, പ്രപഞ്ചത്തിൻ്റെ വ്യാപിച്ച് കിടക്കുന്നതായിട്ടുള്ള പ്രപഞ്ചം മുഴുവന് അതൊന്നും അപ്പോൾ അവിടെ ബ്രഹ്മാണ്ടം മുഴുവൻ തന്നെ അപ്പോൾ അവിടെ അപ്രത്യക്ഷമായി എന്നാണ്. എങ്ങനെ അപ്രത്യക്ഷമായി? ഭഗവാനിൽ ലയിച്ചതുകൊണ്ട്. മായായാം ഗുണസാമ്യരുദ്ധവികൃതവും ത്വയി ആഗതായാം ലയം. ത്വയി ലയം ആഗതായാം, ത്വയി ഭഗവാനിൽ ലയം ആഗതായാം ലയത്തെ പ്രാപിച്ചപ്പോൾ ഭഗവാനിൽ ഈ പ്രകൃതി വ്യക്തവും അവ്യക്തവുമായിട്ടുള്ളതായിട്ടുള്ള ഈ പ്രകൃതിയുടെ കാര്യങ്ങൾ മുഴുവനും പ്രകൃതിയും തന്നെ ഭഗവാനിൽ ലയിച്ചതായിട്ടുള്ള അവസരത്തിൽ ത്വയി ലയം ആഗതായാം, അങ്ങയിൽ ലയത്തെ പ്രാപിച്ചപ്പോൾ, അങ്ങയിൽ വിലയിച്ചപ്പോൾ. എങ്ങനെയുള്ളതായിട്ട് ഭഗവാൻ എങ്ങനെയായിരുന്നു? ഗുണസാമ്യരുദ്ധ വികൃതവും മായായാം ത്വയി വിലയം ലയം ആഗതായാം. ആ മായ, അപ്പം പിന്നെ അവിടെ മായ മാത്രമേ ഉള്ളൂ, ബാക്കി പ്രകൃതി കൂടി പ്രകൃതി എന്നുള്ളതായിട്ടുള്ള അവ്യക്തം എന്നുള്ളതുണ്ടല്ലോ, അത് മായയാണ്. ആ മായ തന്നെ അങ്ങയിൽ ലയിച്ചു എന്നാണ്. മായയുടെ എങ്ങനെയുള്ള മായയാണ് ലയിച്ചത്? ഗുണസാമ്യ രുദ്ധവികൃതവും അതിൻ്റെ വികാരങ്ങൾ, മായയുടെ വികാരങ്ങൾ അതൊക്കെ തടയപ്പെട്ടു, രുദ്ധമായി തടയപ്പെട്ടു. എങ്ങനെ തടയപ്പെട്ടു? ഗുണസാമ്യം ഹേതുവായിട്ട്. അതായത് ഈ മായ അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നത് 3 ത്രിഗുണങ്ങളുടെ ഒരു സമാഹാരമാണ്. സത്വ, രജസ്, തമസ് എന്നതായിട്ടുള്ള 3 ഗുണങ്ങളുടെ സമാഹാരമായിട്ടുള്ളതാണ് മായ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നത്. ആ പ്രകൃതി അല്ലെങ്കിൽ മായ അങ്ങയിൽ വിലയിച്ചു എന്നാണ്. എങ്ങനെയാണ് വിലയിക്കണത്, എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ഗുണസാമ്യം കൊണ്ട്. ഗുണസാമ്യം, ഈ 3 ഗുണങ്ങളും ഒരേ സന്തുലിത അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് അത് ബ്രഹ്മത്തിൽ ലയിക്കണത്. അതിന് ഭഗവാന്റെ നോട്ടം കൊണ്ട് അതിന് ഒരു ഇളക്കം സംഭവിക്കും, ആ പ്രകൃതിക്കൊരു ഇളക്കം സംഭവിക്കും. ആ ഇളക്കം സംഭവിക്കുമ്പോഴാണ് വീണ്ടും സൃഷ്ടി പ്രക്രിയ തുടങ്ങണത്. അതിനി പറയാൻ പോകുന്നുണ്ട്. അതായത് ഇപ്പം ഇവിടെ ഈ ഗുണസാമ്യം കൊണ്ട് സത്വരജസ് തമസ് എന്നുള്ളതായിട്ടുള്ള 3 ഗുണങ്ങളും സമമായിട്ട് വർത്തിക്കുന്നത് കൊണ്ട് ആ അവസ്ഥയിൽ വികാരങ്ങളൊന്നും ഉണ്ടാവില്ല. സമത്വം വരുമ്പോൾ അവിടെ ഇവർ 3 പേരും സത്വരജസ് സമൂഹ ഗുണങ്ങൾ 3ഉം സന്തുലിതാവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടുള്ള സമയത്ത് അതിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല. അങ്ങനെ ആ സന്തുലിതാവസ്ഥ കൊണ്ട്, ത്രിഗുണങ്ങളുടെ സന്തുലിതാവസ്ഥ കൊണ്ട് അതിൻ്റെ വികാരം തടയപ്പെട്ടതായ അവസരത്തിൽ ത്വയി മായായാം ഗുണസാമ്യരുദ്ധ വികൃതവും, ഗുണസാമ്യം കൊണ്ട് രുദ്ധമായ തടയപ്പെട്ടതായിട്ടുള്ള ആ വികൃതി വെച്ചാൽ മാറ്റം സംഭവിക്കുക എന്നുള്ളത്. വികാരം തടയപ്പെട്ടതായിട്ടുള്ള മായ ത്വയി ലയമാകതായാം, അങ്ങയിൽ ലയത്തെ പ്രാപിച്ചതായിട്ടുള്ള ആ അവസരത്തിൽ, അതായത് വളരെ പണ്ട് പ്രാകൃതപ്രക്ഷയ അവസരത്തിൽ ബ്രഹ്മ പ്രളയം എന്നതിന് മറ്റൊരു പേരുണ്ട്. ഈ പ്രാകൃതപ്രക്ഷയത്തിനെ തന്നെയാണ് ബ്രഹ്മപ്രളയം എന്ന് പറയുന്നത്. ബ്രഹ്മാവും കൂടി ഭഗവാനിൽ ലയിക്കണു എന്നാണ്. അപ്പോൾ അതിനെ പറയും ബ്രഹ്മപ്രളയം എന്നും പറയും. അങ്ങനെയുള്ളതായിട്ടുള്ള ആ പ്രാകൃത പ്രളയത്തിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. ഈ പ്രകൃതിയുടെ വികാരങ്ങളോ പ്രകൃതിയുടെ വികാരങ്ങളോ ഒന്നും ഇല്ലാണ്ടായിരുന്നു. അതിൻ്റെ വികാരങ്ങളൊക്കെ ഈ സമനില കൊണ്ട്, പ്രകൃതിയുടെ സമനില കൊണ്ട്, മായയുടെ സത്വരജസ്തമോ ഗുണങ്ങളുടെ സമത്വം കൊണ്ട് അതൊക്കെ വികാരം ഇല്ലാതായി, അതിന് ഇളക്കം ഇല്ലാതായി, മാറ്റം ഇല്ലാത്തതായിട്ടുള്ളൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. നോ മൃത്യുശ്ച, മൃത്യു എന്നുള്ളതില്ല. മൃത്യു എന്നുള്ളത് ഇവിടെ സംസാരം ഉണ്ടാവുക, മരണം ജനനം എന്നുള്ളതുണ്ടല്ലോ, ആ പ്രക്രിയയില്ല. നോ മൃത്യുഹു, മൃത്യു ഉണ്ടായില്ല. ആ ഒക്കെ വിലയം പ്രാപിക്കുമ്പോൾ പിന്നെ ആരാ മരിക്കാനൊന്നുമില്ല, മരിക്കലും ജനിക്കലും ഒന്നുമില്ല. അങ്ങനെയുള്ളതായിട്ടൊരു അവസ്ഥയാണ് അപ്പോൾ ഉള്ളത് എന്നുണ്ടാണ്. നോ മൃത്യുഹു ച, മൃത്യു ഉണ്ടായില്ല. അമൃതം ച, അമൃതത്വം എന്നുള്ളത്, മോക്ഷം എന്നുള്ളത്, ജനനം ഉണ്ടെങ്കിലല്ലേ മോക്ഷമുള്ളൂ. അമൃതത്വം അമൃതം എന്നുള്ളത്, അമൃതം എന്ന് വെച്ചാൽ പരണാവസ്ഥ, ലൈക്ക് മരിക്കാത്തതായിട്ടുള്ള അവസ്ഥ. മൃത്യുവില്ല, അതായത് ജനനം മരണം എന്നുള്ളതായിട്ടുള്ള പ്രക്രിയയില്ല.
അമൃതത്വം ഇല്ല, അമരത്വം എന്നല്ല. അമൃതത്വം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനന മരണാദികൾ ഇല്ലാത്തതായിട്ടുള്ള അവസ്ഥ, ജനന മരണം ഉള്ളതായിട്ടുള്ള അവസ്ഥയില്ല, ജനന മരണം ഇല്ലാത്തതായിട്ടുള്ള അവസ്ഥയില്ല, ഒന്നുമില്ല എന്ന് സാരം. അമൃത നോ തഥാ അമൃത തഥാ ആ സമയത്ത് നോ മൃത്യു മൃത്യു ഉണ്ടായിരുന്നില്ല. അമൃതം ച അമൃതത്വവും ഉണ്ടായിരുന്നില്ല. സമഭൂത് സമഭൂത് ഉണ്ടായി, ന സമഭൂത് ഉണ്ടായില്ല. സമഭൂത് ന അന്നഹ ന രാത്രേ സ്ഥിതി. അന്നഹ പകല് രാത്രി എന്നുള്ളതായിട്ടുള്ള വിഭാഗങ്ങളൊന്നുമില്ല. പകലും രാത്രി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സൂര്യൻ ഉദിക്കണം, അങ്ങനെയൊക്കെ ആകുമ്പോഴൊക്കെ അല്ലേ പകലും രാത്രിയൊക്കെ ഉണ്ടാവണം. സൂര്യൻ അസ്തമിക്കുക, സൂര്യൻ ഉദിക്കുക എന്നുള്ളതൊക്കെ. ആ സൂര്യനൊക്കെ ലയിച്ചു കഴിഞ്ഞു, ഇവിടെ ബ്രഹ്മാവിൽ ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു സൂര്യനൊക്കെ. അപ്പോൾ രാത്രിയും പകലും ഒന്നുമില്ല. നോ ന അന്ന പകലില്ല, ന രാത്രേഹേ സ്ഥിതി രാത്രിയുടെ അവസ്ഥയും ഇല്ല. അപ്പം അവിടെ രാത്രി എന്നുള്ളതുമില്ല, പകൽ എന്നുള്ളതുമില്ല. തത്ര അപ്പം എന്താ പിന്നെ ഉണ്ടായിരുന്നത്? ഏകസ്ത്വം അശിഷ്യഥാഹ, അങ്ങ് മാത്രം അവശേഷിച്ചു. അശിഷ്യഥാഹ അങ്ങ് അവശേഷിച്ചു. ഏകഹ അങ്ങ് ഏകനായിട്ട്, അങ്ങ് മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ എന്ന്. പ്രപഞ്ചമില്ല അവിടെ, അപ്പം അങ്ങ് മാത്രമേ ഉണ്ടായുള്ളൂ ബാക്കി എന്നാണ്. ഏകഹ ത്വം അശിഷ്യഥാഹ, അങ്ങ് ഏകനായിട്ട് അവശേഷിച്ചു. ഏകഹാത്വം അതാണ് അദ്വൈത അവസ്ഥ. എല്ലാവരും മുക്തി പ്രാപിച്ചു കഴിഞ്ഞല്ല, മുക്തി പ്രാപിക്കാത്തവരൊക്കെ ഈ പ്രകൃതിയിൽ തന്നെ ലയിച്ചിട്ട് അങ്ങനെ പ്രകൃതിയിലേക്ക് മാറിയിട്ട് മഹദഹങ്കാരങ്ങൾ എന്നുള്ളതായിട്ടുള്ള ആ ക്രമത്തിൽ തിരിച്ചു പോയിട്ട് പ്രകൃതിയിൽ ചെന്നു, പ്രകൃതിയിൽ ലയിച്ചു എന്നുള്ളതായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ അവസ്ഥയിൽ വേറെ ഒന്നും ഇല്ലാതായി എന്നുള്ളതാണ്. നോ മൃത്യുശ്ച തഥാ അമൃതം ച സമഭൂത് ന അന്നോഹോ ന രാത്രേഹേ സ്ഥിതി. പകലിൻ്റെ സ്ഥിതിയില്ല, രാത്രിയുടെ സ്ഥിതിയില്ല. തത്ര ഏകഹ ത്വം അശിഷ്യഥാഹ, അങ്ങ് ഏകനായിട്ട് അവശേഷിച്ചു. കില അങ്ങനെയാണ് പറയണത്. പ്രസിദ്ധമായിട്ടുള്ളതാണ് അതൊക്കെ. ഞങ്ങളൊന്നും ഇത് കണ്ടിട്ടില്ല, പട്ടേരിപ്പാടൊന്നും ഇത് കണ്ടിട്ടുള്ളതല്ല. കില അത് പ്രസിദ്ധമാണ്, പുരാണങ്ങളിലൊക്കെ അങ്ങനെ പ്രസിദ്ധമുണ്ട്. ആ സമയത്ത് അങ്ങ് മാത്രമായിട്ടാണ് അവശേഷിക്കുന്നത് എന്നുള്ളത്. ഈ പ്രാകൃത പ്രളയം എന്നൊന്നുണ്ട്, അവിടെ പ്രകൃതിയിലുള്ളതായിട്ടുള്ള എല്ലാം തന്നെ ഭഗവാനിൽ ലയിക്കും. അപ്പോൾ അവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നാണ് പ്രസിദ്ധമായിട്ടുള്ള കില. അങ്ങനെയാണത്രേ എന്നുള്ളതാണ്. പരാനന്ദ പ്രകാശാത്മന, എങ്ങനെയാണ് അങ്ങ് അവിടെ അവശേഷിക്കുന്നത്? പരാനന്ദ പ്രകാശാത്മന, പരാനന്ദം പ്രകാശം. അപ്പോൾ ഈ പരാനന്ദവും പ്രകാശവും പറയുമ്പോൾ സത്വം എന്നുള്ള അതുകൂടി അതിനെ കൂട്ടത്തിൽ പിടിക്കുന്നുണ്ട്. പരാനന്ദ പ്രകാശാത്മന ത്വം ഏകഹ അശിഷ്യഥാഹ, അങ്ങ് മാത്രമായിട്ട് അവശേഷിച്ചു. പരമായിട്ടുള്ള ആനന്ദം, അത്യധികമായിട്ടുള്ള ആ ആനന്ദവും പ്രകാശവും ആയിട്ടുള്ളതായിട്ടുള്ള ആ പ്രകാശം, പിന്നെ സത്വം, സച്ചിത് സ്വരൂപമായിട്ടുള്ള സത്ത് ചിത്ത് ആനന്ദം, സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള അങ്ങ് ഏകനായിട്ട് അവശേഷിച്ചു. അതാണ് ആ പ്രളയത്തിലെ അവസ്ഥ. പ്രാകൃത പ്രളയത്തിലെ അവസ്ഥയാണ് പറയണത്. വേറെ ഒന്നുമില്ല. മനുഷ്യര്, മൃഗാദികള്, ഭൂമി, മറ്റ് ലോകങ്ങൾ, 14 ലോകങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതൊന്നുമില്ല, ആ ലോകങ്ങളൊന്നുമില്ല. ബ്രഹ്മാവില്ല, ശിവനില്ല, വിഷ്ണുവില്ല, ഈ ദേവേന്ദ്രനില്ല, മറ്റു ദേവതകളില്ല. എല്ലാം അതിൻ്റെ മൂലകാരണങ്ങളിൽ ലയിച്ച് ഒടുക്കം ആ പ്രകൃതി തന്നെ അങ്ങയിൽ ലീനമായി. സത്വരജസ്തമോ ഗുണങ്ങൾ അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ ആ പ്രകൃതിയും ഭഗവാനിൽ തന്നെ ലീനമായി എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവികൃതൗ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂന്നാഹ്നോ ന രാത്രേ സ്ഥിതിസ്തത്രൈകസ്ത്വമശിഷ്യഥാ കില പരാനന്ദ പ്രകാശാത്മനാ. പണ്ടാദ്യ പ്രളയേ വികാരരഹിത മായാഗുണം തുല്യമായി വന്നങ്ങിൽ വിലയിച്ച നേരമിഹലോകങ്ങൾ നശിച്ചൊക്കെയും മോക്ഷം മൃത്യുവുമില്ലതല്ല ദിനമൂരാവെന്നവസ്ഥാന്തരം
അന്നൊറ്റക്കഥ ബാക്കിയായി അവിടുന്ന് ആനന്ദശോഭാത്മകൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.